War by Luigi Pirandello. ലൂജി പിരാൻഡല്ലോ എന്ന ഇറ്റാലിയൻ എഴുത്തുകാരന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വാർ. അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ലൂജി പിറാൻഡല്ലോ വാസ് ആൻ ഇറ്റാലിയൻ ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഓക്കെ, ഒരു ഇറ്റാലിയൻ ഡ്രമാറ്റിസ്റ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. പിന്നെ 1934 അദ്ദേഹത്തിന്റെ ഒരു കൃതിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വാർ ഈസ് എ ഷോർട്ട് സ്റ്റോറി പബ്ലിഷ്ഡ് ഇൻ 1918 വിച്ച് ഈസ് എ മെഡിറ്റേഷൻ ഓൺ ഹ്യൂമൻ റെസ്പോൺസ് ഇൻ ദ ഫേസ് ഓഫ് വാർ ആൻഡ് ഡെത്ത്. എങ്ങനെയാണ് മനുഷ്യന്മാർ യുദ്ധത്തിന്റെ സമയത്തും മരണത്തിന്റെ സമയത്തും അതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു കഥയിൽ മെയിൻ ആയിട്ട് എഴുത്തുകാരൻ സംസാരിക്കുന്നത്. ദ സ്റ്റോറി ഫോക്കസസ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ ട്രെയിൻ ഹു എയ്തർ ഹാവ് ദെയർ ലവ്ഡ് വൺസ് ഫൈറ്റിംഗ് ഇൻ ദ വാർ ഓർ ഹാവ് ലോസ്റ്റ് എ ലവ്ഡ് വൺ ഡ്യൂ ടു ദ വാർ. അപ്പോൾ ഇതിൽ കഥയിൽ മെയിൻ ആയിട്ട് ഒരു കൂട്ടം ആളുകളെ വെച്ചിട്ടാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആ ആളുകളുടെ ഒന്നെങ്കിൽ അവരുടെ അടുത്ത ആളുകൾ, അടുത്ത ബന്ധുക്കൾ ആ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ യുദ്ധത്തിൽ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളെ വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. എ കപ്പിൾ ബോർഡ്സ് എ നൈറ്റ് ട്രെയിൻ ടു റോം ടു സീ ഓഫ് ദെയർ ഓൺലി സൺ ഹു ഹാസ് ബീൻ ഡിപ്ലോയിഡ് ഓൺ ദ ഫ്രണ്ട് ലൈൻസ്. അപ്പൊ ഇതില് ഒരു ട്രെയിൻ യാത്രക്കാരുടെ ഇടയിലോട്ട് ഒരു കപ്പിൾസ് കയറി വരികയാണ്. അവരവരുടെ ഏക മകനെ യുദ്ധഭൂമിയിലോട്ട് യാത്രയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ആ ഒരു കപ്പിൾസ് ഈ ഒരു പാസഞ്ചേഴ്സിന്റെ ഇടയിലോട്ട് വരുന്നു. ദ സ്റ്റോറി ആൻഡ് ട്രാവൽസ് ത്രൂ ദ കോൺവെർസേഷൻസ് ബിറ്റ്വീൻ ദ പാസഞ്ചേഴ്സ്. അപ്പൊ പാസഞ്ചേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന സംസാരത്തിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആസ് എ സ്റ്റോറി പ്രോഗ്രസസ്, പിറാൻഡല്ലോ റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ നാച്ചർ ഓഫ് ലോസ് ആൻഡ് ഹൗ ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ദെയർ ഓൺ ലോസ് സീംസ് മോർ സബ്സ്റ്റാൻഷ്യൽ ദാൻ ദാറ്റ് ഓഫ് ദി അതർ. അപ്പൊ ഈ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ കാണിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നും എങ്ങനെയാണ് ഓരോരുത്തർക്കും അവനവന്റെ നഷ്ടം ബാക്കിയുള്ളവരെക്കാൾ കൂടുതലായിട്ട് തോന്നുന്നത് എന്നൊക്കെയാണ്. ഹി ഓൾസോ റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഏജൻസി ഓഫ് ദ സോൾജേഴ്സ് ഹു ഫൈറ്റ് ദീസ് വാർസ് ആൻഡ് ദ നാച്ചർ ആൻഡ് ദ നെസസിറ്റി ഓഫ് വാർസ്. അപ്പൊ എങ്ങനെയാണ് ഓരോ യുദ്ധത്തിലും ഈ പട്ടാളക്കാര് ഇതിലൂടെ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ യുദ്ധത്തിന്റെയും പ്രകൃതത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, യുദ്ധത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടെക്സ്റ്റ് നോക്കാം. ദ passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano in order to continue their journey by the small old-fashioned local joining the main line with the Sulmona. അപ്പം റോമിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള പാസഞ്ചേഴ്സ് ഒരു ചെറിയ ലോക്കൽ ട്രെയിനിൽ ഇപ്പൊ ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അവർക്ക് കുറച്ചു നേരം അവിടെ പ്രഭാതം വരെ അവിടെ ഒരു നിൽക്കണം, ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു മെയിൻ ലൈനായിട്ടുള്ള സൽമോനയിലായിട്ട് ചേരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വെയിറ്റിംഗ് സമയത്ത് അവർ ആ ഒരു ഫാബ്രിയാനോ എന്നുള്ള സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ഡോൺ ഇൻ എ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജ് ഇൻ വിച്ച് 5 people had already spent the night, a bulky woman in deep mourning was hoisted in almost like a shapeless bundle. അപ്പൊ ആ ഒരു പ്രഭാത സമയത്ത് അവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഓൾറെഡി 5 പേര് യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി 5 ആൾക്കാർ ആ ഒരു ഇതിലുണ്ട്. ആ ഒരു സെക്കൻഡ് ക്ലാസ് കാരേജിലോട്ട് ഒരു ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കൂടെ ഒരു ഹസ്ബൻഡും കയറി വരുന്നത്. രണ്ടുപേരും ഭയങ്കര അൺഹാപ്പിയാണ്, രണ്ടുപേരും സങ്കടത്തിലാണ്. ബിഹൈൻഡ് ഹർ പഫിംഗ് ആൻഡ് മോർണിംഗ് ഫോളോഡ് ഹർ ഹസ്ബൻഡ്, എ ടൈനി മാൻ തിൻ ആൻഡ് വീക്ക്ലി, ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, ഹിസ് ഐ സ്മോൾ ആൻഡ് ബ്രൈറ്റ് ആൻഡ് ലുക്കിംഗ് ഷൈ ആൻഡ് അൺഈസി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ബാക്കിലോട്ട് കയറി വരുന്നതാണ്. അപ്പം അദ്ദേഹം ഭയങ്കര വിലപിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ടൈനി മാനാണ്, ഭയങ്കര മെലിഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള, എന്നാൽ ഡെത്ത് വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസിന് പറഞ്ഞു അത്രക്കും വൈറ്റ് ആയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ചെറിയ കണ്ണുകളുള്ള, ഭയങ്കര തിളങ്ങുന്ന ചെറിയ കണ്ണുകളുള്ള ഒരു ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു മാനായിരുന്നു അത്. ഓക്കെ, having at last taken a seat, he politely thanked the passengers who had helped his wife and who had made room for her. അപ്പൊ അദ്ദേഹം അവസാനം ഒരു സീറ്റൊക്കെ കിട്ടിയിരുന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്രക്കാരോട് താങ്ക് ഒക്കെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വൈഫിനെ ഇരിക്കാൻ സഹായിച്ചതിലും കാര്യത്തിലൊക്കെ സ്ഥലം കൊടുത്തതിലൊക്കെ. Then he turned round to the woman trying to pull down the collar of her coat and politely inquired. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വൈഫിന്റെ കോട്ട് ഇങ്ങനെ ആ ഒരു സങ്കടം മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കുന്നുണ്ട് ആ ഒരു മുഖത്തോട്ട്. അപ്പൊ അദ്ദേഹം അവരോട് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ആർ യു ഓൾറെഡിയോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിംഗ് പുൾഡ് അപ്പ് ഹർ കോളർ അഗെയിൻ ടു ഹർ ഐസ് സോ ആസ് ടു ഹൈഡ് ഹർ ഫേസ്. അപ്പോൾ അവര് ഉത്തരം പറയുന്നതിന് പകരമായിട്ട് അവരുടെ കോളർ ഒന്നും കൂടി വലിച്ച് മുഖം കാണാതിരിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുകയാണ്. ഓക്കെ, നാസ്റ്റി വേൾഡ് മട്ടേർഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സ്വാർഡ് സ്മൈൽ. ഈ ഒരു വേൾഡിനെ കുറിച്ച് ഭയങ്കര ദേഷ്യത്തോടെ
പറയാണ് നമ്മുടെ ഹസ്ബൻഡ് എന്ത് മോശം വേൾഡ് ആണെന്ന് പറയാണ്. ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ് ഹിസ് ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ ടു ഹിസ് ട്രാവലിംഗ് കമ്പാനിയൻസ് ദാറ്റ് ദ പോർ വുമൻ വാസ് ടു ബി പിറ്റീഡ് ഫോർ ദ വാർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ ഓൺലി സൺ, എ ബോയ് ഓഫ് 20 ടു ഹൂം ബോത്ത് ഹാഡ് ഡിവോട്ടഡ് ദെയർ എൻറ്റയർ ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി ബാക്കിയുള്ളവർക്കൊക്കെ എന്തിനാണ് തന്റെ ഭാര്യയെ കരയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് എന്ന്. അപ്പോൾ അവരുടെ രണ്ടുപേരും അവരുടെ ഏക മകനെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവരുടെ ജീവിതം മൊത്തം അവന് വേണ്ടിയിട്ടായിരുന്നു കഷ്ടപ്പെട്ട് ചെലവഴിച്ചത്. 20 വയസ്സാണ് ഇപ്പൊ അവരുടെ ആ ഏക മകനായിട്ടുള്ളത്. മാത്രമല്ല, ദേ ഈവൻ ബ്രേക്കിംഗ് അപ്പ് ദെയർ ഹോം അറ്റ് സുൽമാന ടു ഫോളോ ഹിം ടു റോം where he had to go as a student, then allowing him to volunteer for war with an assurance, however, that at least for 6 months he would not be sent to the front. അപ്പം അവരുടെ വീട് സുൽമോനയിൽ അവരുടെ വീട് ഉപേക്ഷിച്ചിട്ട് തന്റെ മകന് സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു റോമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഏക മകനാണ്. മാത്രമല്ല, അവര് ഈ ഒരു യുദ്ധത്തിൽ അവനെ വളണ്ടിയർ ആയിട്ട് നിൽക്കാൻ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് 6 മാസത്തേക്ക് അവനെ ഇപ്പൊ യുദ്ധത്തിലോട്ട് പറഞ്ഞയക്കില്ല എന്നൊരു അഷുറൻസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നൗ all of a sudden receiving a voice saying that he was due to leave in 3 days time and asking them to go and see him off. അപ്പൊ ഇപ്പൊ പെട്ടെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വയർ മീൻസ് അതാണ്, മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം 3 ദിവസത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ആ ഒരു 20 വയസ്സുള്ള മകനെ യുദ്ധത്തിലോട്ട് പോകണം, അപ്പൊ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മെസ്സേജ്. ഓക്കെ, അപ്പൊ 6 മാസത്തെ സമയമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. The woman under the big gourd was twisting and wriggling at times growling like a wild animal, feeling certain that those explanations would not have aroused even a shadow of sympathy from those people who mostly were in the same place as herself. അപ്പം ഈ ഒരു സ്ത്രീനെ കുറിച്ചാണ്, നമ്മളുടെ ആ ഒരു വൈഫിനെ, കപ്പിൾസിന്റെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ആ വൈഫ് ഭയങ്കര സങ്കടം കൊണ്ട് കരയുന്നുണ്ട്. ആ ഒരു കോട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നും ഇതാക്കുന്നൊക്കെ ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കര സങ്കടം കൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഏകദേശം ഇതേ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അടുത്തുനിന്ന് ഇതൊന്നും കേട്ടിട്ടും ഒരു സിമ്പതി ഇല്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു യാത്രക്കാർ ഏകദേശം ഒക്കെ ഒരു പട്ടാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വന്തം ആൾക്കാർ അവിടെ യുദ്ധത്തിന് പോയിട്ടുള്ള ആളുകളാണ്. One of them, who had been listening with particular attention, said, "You should thank God that your son is only living now for the front. Mine has been sent there the first day of the war." അപ്പൊ ഇനി അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരിൽ ഒരാൾ പറയാണ്, നിങ്ങളുടെ മോൻ ഇപ്പോഴല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എന്റെ മോനോ 1ാമത്തെ ദിവസം മുതൽ ഈ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഓക്കെ, he has already come back twice wounded and been sent back again to the front. 2 പ്രാവശ്യം മുറിവൊക്കെ ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാറി വീണ്ടും ഇപ്പൊ യുദ്ധത്തിന് പോയിട്ടുണ്ട്. What about me? I have 2 sons and 3 nephews at the front, said another passenger. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു യാത്രക്കാരൻ പറയാണ്, അപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് 2 മക്കളാണ് അവിടെ ഉള്ളത്. മാത്രമല്ല എന്റെ 2 മക്കളും ഉണ്ട്, 3 നെഫ്യൂസും അവിടെ ഉണ്ട്. യുദ്ധത്തിന് അപ്പൊ എന്റെ ആളുകളാണ് കൂടുതൽ പോയിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, then what difference can it make? You may spoil your only son with excessive attention. അതിന് മുമ്പ് മേ ബി, ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് അവർ ഓൺലി സൺ വെൻ ഷോഡ് ദ ഹസ്ബൻഡ്. അപ്പൊ ഈ ഹസ്ബൻഡ് പറയാണ്, പക്ഷെ എന്റേതെന്ന് പറഞ്ഞാൽ ഏക മകനാണ്, എനിക്ക് വേറൊരു മകന് കൂടി ഇല്ല, അപ്പൊ ആ മകനാണ് പോകുന്നത് പറയണം. അപ്പൊ നമ്മുടെ മറ്റേ പാസഞ്ചർ ഉത്തരമായിട്ട് പറയാണ്, വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ വിത്ത് എക്സസീവ് അറ്റൻഷൻസ്. അതുകൊണ്ട് ഇപ്പൊ എന്താ അതിൽ എന്താ വലിയ കാര്യം? നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ ഏക മകന് ഭയങ്കര കെയർ കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ കേടുവരുത്തായിരിക്കും ചെയ്യുന്നത്. ബട്ട് യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. പക്ഷെ നിങ്ങൾക്ക് വേറെ മക്കളുണ്ടായിരുന്നു എങ്കിൽ ആ മക്കളെക്കാട്ടിലൊന്നും ഈ ഒരു മകനെ സ്നേഹിക്കില്ലല്ലോ. പാറ്റേണൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ് ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസസ് ആൻഡ് സ്പ്ലിറ്റ് എമംഗ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. അപ്പം അയാൾ പറയാണ്, ഒരു പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് മുറിച്ചത് ഈക്വൽ ആയിട്ട് മക്കൾക്കിടയിൽ വീതിക്കുന്നത് പോലെ വീതിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. എ ഫാദർ ഗിവ്സ് ഓൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, വെദർ ഇറ്റ് ബി 1 or 10. അപ്പോൾ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ തന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് സ്നേഹം കൊടുക്കുന്നത്. അതിന് ഒരാളായാലും ശരി, 10 ആളായാലും ശരി. ഇഫ് ഐ ആം സഫറിംഗ് നൗ ഫോർ മൈ 2 sons, ഐ ആം നോട്ട് സഫറിംഗ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ. ഇപ്പൊ ഞാൻ എന്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പകുതി എന്റെ സങ്കടം പകുതി ഒരാൾക്കും പകുതി സങ്കടം വേറൊരാൾക്കും അല്ല, 2 പേർക്കും ഞാൻ നന്നായിട്ട് ഒരുപോലെയാണ് സങ്കടപ്പെടുന്നത് എന്ന് പറയാണ്. ട്രൂ said the embraced husband. അപ്പൊ അയാള് ഒരു നാണം കെട്ടിട്ട് പറയാണ്, ശരിയാണ്, സംഭവം ശരിയാണ്, ആരും അങ്ങനെ തന്നെയാണല്ലോ.
But suppose a father has two sons at the front and he loses one of them, there is still one left to console him. While അപ്പൊ അദ്ദേഹം പറയാണ് രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക, ഒരാൾ അവിടെ മരിച്ചുപോയി, യുദ്ധഭൂമിയിൽ മരിച്ചു പോയാലും ഒരാളെങ്കിലും ഉണ്ട് അദ്ദേഹത്തിന് ആശ്വസിക്കാനും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ഒക്കെ. ഓക്കെ, yes, answered the other, getting cross. On a son left to console him, but also a son left for whom he must survive. While in the case of father of an only son, if the son dies, father can die too, put an end to his distress. അപ്പൊ പറയാണ് അദ്ദേഹം അതെ ആദ്യം എഗ്രി ചെയ്യും, എന്നിട്ട് പക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയാണ് ഇനി ഒരാളുള്ളൂ മരിച്ചത് എങ്കിൽ ശരിയാണ്, ബാക്കിയുള്ള ഒരാൾ സമാധാനിപ്പിക്കാനുണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇനി ഒരേ ഒരു മകനുള്ള ഒരു അച്ഛന്റെ കഥ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരിക്കാം, വേറെ ഒരു ഇതുമില്ല അവിടെ, ജീവിതത്തിനൊരു അർത്ഥമില്ല അവിടെ, വേറൊരു പ്രശ്നമില്ല, വേറെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി ഒന്നുമില്ല. പക്ഷെ വേറൊരു മകന് കൂടി ഉണ്ട് വെച്ചെങ്കിൽ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അതായത് വേറൊരു മകന് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എങ്ങനെ മരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അവിടെ വരും. Which of the two positions is the worst? Don't you see how my case would be worse than yours? അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ സിറ്റുവേഷനെക്കാട്ടിലും ഭയങ്കര പ്രശ്നമുള്ളത് എന്റെ സിറ്റുവേഷൻ ആണ് എന്നൊക്കെ ചോദിക്കണം. Nonsense, interrupted another traveler, a fat, red-faced man with bloodshot eyes of the palest Surrey. അപ്പൊ ഇതൊക്കെ കേട്ടിരിക്കുന്ന വേറൊരു ആളുണ്ട് അവിടെ, ഒരു ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ഒരു പേല് ഗ്രേ ആയിട്ടുള്ള ഒരു കണ്ണുള്ള ഒരു മനുഷ്യൻ അവരുടെ സംസാരത്തിൽ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പറയാണ്, നോൺസെൻസ്, എന്ത് പൊട്ടത്തരാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത് പറയുന്നത്. ഹി വാസ് പെയിന്റിങ്, അദ്ദേഹം ഇങ്ങനെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം എടുക്കുക, വീർപ്പ് മുട്ടുക എന്നൊക്കെ പറയില്ല. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. From his bulging eyes seemed spurred inner violence of an uncontrolled vitality which his weakened body could hardly contain. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണിൽ ആ ഒരു ബൾജഡ് ഐസ് പറഞ്ഞാൽ ഇങ്ങനെ ബൾജ് മീൻസ് ഉന്തി തള്ളി നിൽക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി വളരെ വീക്കായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ, ആ ഒരു അൺകൺട്രോൾഡ് സ്ട്രെങ്ത് പുറത്തു വരും അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ എന്ന് തോന്നിപ്പോക്കും. അതായത് അദ്ദേഹത്തിന്റെ ബോഡി വീക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു തീക്ഷ്ണത ആ കണ്ണിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. നോൺസെൻസ്, ഹി റിപ്പീറ്റഡ്. അദ്ദേഹം വീണ്ടും പറയാണ്, ഇത് പൊട്ടത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്. ട്രൈങ് ടു കവർ ഹിസ് മൗത്ത് വിത്ത് ഹിസ് ഹാൻഡ് സോ ആസ് ടു ഹൈഡ് ദ ടു മിസ്സിംഗ് ഫ്രണ്ട് ടീത്ത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ രണ്ട് പല്ല് പോയിട്ടുണ്ട്, അതിങ്ങനെ മറച്ചു പിടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് പറയാണ്, നോൺസെൻസ്, ഡു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ജീവൻ നൽകിയത് നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ചോദിക്കണം. ദ അതർ ട്രാവലേഴ്സ് സ്റ്റെയർഡ് അറ്റ് ഹിം ഇൻ ഡിസ്ട്രെസ്. ദ വൺ ഹു had his son at the front since the first day of the war side. You are right. Our children do not belong to us. They belong to the country. അപ്പൊ ഇത് കേട്ടിട്ട് അതില് ഓൾറെഡി ഫസ്റ്റ് ഡേ മുതൽ അവിടെ യുദ്ധത്തിന് പോയിട്ടുള്ള ഒരു മകനുള്ള ആൾ പറയാണ്, ശരിയാണ്, നമ്മുടെ മക്കളും നമ്മൾക്ക് മാത്രമുള്ളതല്ല, ഈ രാജ്യത്തിന് വേണ്ടി കൂടെ ഉള്ളതാണ് പറയാണ്. ബോഷ് റിട്ടോർഡ് ദ ഫാറ്റ് ട്രാവലർ. അപ്പൊ അദ്ദേഹം ഇതിനോട് ഇതല്ല ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ പറയാണ്, ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവർ സൺസ് ആർ ബോൺ ബിക്കോസ്, നമ്മുടെ മക്കളൊക്കെ ജനിച്ചത് അതിനുള്ള കാരണം because they must be born, and when they come to life they take our own life with them. അപ്പം ഇനി അവരൊക്കെ ജനിക്കണമായിരുന്നു, ഇനി അവർ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടി അവരുടെ കൂടെ പോകുന്നുണ്ട്. ദിസ് ഈസ് ദ ട്രൂത്ത്, ഇതാണ് സത്യം. വി ബിലോങ് ടു ദം ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. നമ്മൾ അവരിലോട്ടാണ് അവർക്ക് നമ്മൾ അവർക്കുള്ളതാണ്, പക്ഷെ അവരെ നമ്മൾക്കുള്ളതല്ല എന്ന് പറയാണ്. വെൻ ദേ റീച്ച് 20 ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വേർ അറ്റ് ദെയർ ഏജ്. അപ്പൊ അവർ 20 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമ്മളെങ്ങനെയായിരുന്നോ ആ ഒരു പ്രായത്ത് അതുപോലെ ആകും. വി ടു ഹാഡ് എ ഫാദർ ആൻഡ് മദർ ബട്ട് ദർ വെർ സോ മെനി അതർ തിങ്സ് ആസ് വെൽ. അപ്പൊ നമ്മള് ഇവരുടെ പ്രായത്തിൽ നമുക്കും ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും ഒക്കെ, പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഗേൾസ്, സിഗരറ്റ്സ്, ഇല്യൂഷൻസ്, ന്യൂ ടൈസ് ആൻഡ് ദ കൺട്രി ഓഫ് കോഴ്സ്. അപ്പൊ അദ്ദേഹം പറയണം ആ പ്രായത്തിൽ നമുക്ക് ഗേൾസ് ഉണ്ടായിരുന്നു, സിഗരറ്റ്സ് ഉണ്ടായിരുന്നു, വേറെ കുറെ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ രാജ്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 1918 ഈ ഒരു കഥ നടക്കുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര ഇത് നടക്കുന്ന ഒരു സമയാട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് പറയണ ആ ഒരു കൺട്രി നമുക്ക് ഉണ്ടായിരുന്നു. ഹൂസ് കോൾ വി വുഡ് ഹാവ് ആൻസേർഡ് വെൻ വി വർ 20. അപ്പൊ നമ്മൾ 20 വയസ്സിൽ ഈ സമയത്ത് നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കണമെങ്കിൽ നമ്മളും ചെയ്തിരുന്നേനെ എന്ന് പറയാണ്. ഈവൻ ഇഫ് ഫാദർ ആൻഡ് മദർ ഹാഡ് സെഡ് നോ. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ആ സമയത്ത് പറയാണ് നീ പോവണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നേനെ പറയാണ്.
Now at our age, the love of our country is still great, of course, but stronger than it is the love for our children. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ മക്കളെക്കാട്ടിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് ആ ഒരു സ്നേഹമുള്ളത് എന്ന് പറയാണ്. കാരണം എന്താ ചോദിച്ചാൽ, ഇസ് ദർ എനി വൺ ഓഫ് അസ് ഹിയർ ഹു വുഡന്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് who wouldn't gladly take his son's place at the front if he could. അപ്പൊ നമ്മുടെ ആരുടെങ്കിലും ഈ ഒരു നിൽക്കുന്ന നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ ആരെങ്കിലും കഴിയുമെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളുടെ ആ ഒരു പ്ലേസ് എടുക്കുമോ എന്ന് ചോദിക്കണം. അതായത് നമ്മൾ യുദ്ധത്തിന് പോകുമെന്ന് ചോദിക്കണം. അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല. ദർ വാസ് എ സൈലൻസ് ഓൾ അറൗണ്ട്, എവരിബഡി നോഡിങ് ആസ് ടു അപ്രൂവ്. അപ്പൊ എല്ലാവരും ശരിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. വൈ ദെൻ കണ്ടിന്യൂഡ് ദ ഫാറ്റ് മാൻ, ഷുഡന്റ് വി കൺസിഡർ ദ ഫീലിംഗ് ഓഫ് അവർ ചിൽഡ്രൻ വെൻ ദേ ആർ 20? അപ്പൊ നമ്മളും നമ്മുടെ മക്കളുടെ അവർ 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു ഫീലിംഗ്സ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. Isn't it natural that at their age they should consider the love for their country even greater than the love for us? നമ്മുടെ മക്കള് 20 വയസ്സുള്ളപ്പോൾ നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അവരവരുടെ രാജ്യത്തിനാണ് സ്നേഹം കൊടുക്കുന്നത് എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ് എന്ന് പറയാണ്. Isn't it natural that it should be so, as after all they must look upon as upon old boys who cannot move anymore and must stay at home? അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എന്താന്ന് വെച്ചാല് സാധാരണ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്, ഓൾഡ് ബോയ്സ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവര് നമ്മളോടൊട്ട് അങ്ങനെയാണ് നോക്കുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ കാണുന്നത്. If country exists, if country is a natural necessity like bread, of which each of us must eat in order to not to die of hunger, somebody must go to defend it. അപ്പോൾ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ബ്രെഡ് പോലെയാണ്. നമുക്ക് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ നമ്മുടെ ബ്രെഡ് വേണം. അതുപോലെ ഈ രാജ്യം നിലനിർത്താൻ ഇവിടെ ആരെങ്കിലുമൊക്കെ പോയി അതിനെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് അവർ സൺസ് ഗോ വെൻ ദേ ആർ 20 ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്. അപ്പം നമ്മുടെ മക്കൾ പോകും, മാത്രമല്ല അവർ 20 വയസ്സാകുമ്പോൾ അവർക്ക് കണ്ണീരൊന്നും വേണ്ട. ഓഫ് കോഴ്സ് നമ്മുടെ ഓദർ പറയാണ്, because if they die, and our sons go when they are 20 and they don't want tears, because if they die inflamed and happy. ഇനി അവർ 20-ാം വയസ്സിൽ ഇങ്ങനെ യുദ്ധത്തിന് പോയി മരിക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ടും ഭയങ്കര സന്തോഷത്തോടു കൂടിയായിട്ടായിരിക്കും മരിക്കുക. Now if one dies young and happy without having the ugly sides of life, അപ്പൊ അദ്ദേഹം പറയാണ്, ഇനി ഒരാള് വളരെ ചെറുപ്പത്തിൽ ഹാപ്പി ആയിട്ട് മരിച്ചു നിൽക്കുക, അങ്ങനെയാണെങ്കിൽ without having the ugly sides of life, ജീവിതത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള സൈഡ്സ് ഒന്നും കാണാതെ അനുഭവിക്കാതെ മരിക്കുകയാണെച്ചെങ്കിൽ the boredom of it, the bitterness, the bitterness of disillusion. അപ്പം ഈ ഒരു അഗ്ലി സൈഡ്സ് ആണ് പറയുന്നത്. ഭയങ്കര ബോധമായിട്ടുള്ള, അതേപോലെ തന്നെ ആ ഒരു ജീവിതത്തിന്റെ ഒരു മിഥ്യകൾ, അതുപോലെ തന്നെ കഴിപ്പ്, ഇതൊന്നും അറിയാതെ അവര് മരിക്കുകയാണെച്ചെങ്കിൽ വാട്ട് മോർ ക്യാൻ വി ആസ്ക് ഫോർ ഹിം? ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എവരിവൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്, എല്ലാവരും കരച്ചിലൊക്കെ നിർത്തണം. എവരിവൺ ഷുഡ് ലാഫ് ആസ് ഐ ഡു, ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് യു ആസ് ഐ ഡു. അപ്പം എല്ലാവരും കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഞാൻ ചിരിക്കുന്ന പോലെ ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പോലെ സ്തുതിക്കണം. കാരണം ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ് സെൻഡ് മീ a message saying that he was dying satisfied at having ended his life in the best way he could have wished. അപ്പൊ എന്റെ മകന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് ഏറ്റവും നല്ല രീതിയിലാണ് മരിക്കുന്നത് എന്നത് ഓർത്തിട്ട് അവന് ഭയങ്കര സംതൃപ്തി ഉണ്ട് എന്ന്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് ഈവൻ വ്യൂ മോർണിംഗ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോ എനിക്കൊരു സങ്കടവും ഇപ്പൊ ഇല്ല, എന്റെ മോൻ ഹാപ്പി ആയിട്ടാണ് മരിച്ചത് എന്നുള്ളത്. He shook his light phone cord as to show it. His livid lip over his missing teeth was trembling. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കടമൊന്നും ഇപ്പൊ ഇല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം അദ്ദേഹത്തിന്റെ ലിപ്പ്, ആ ഒരു ചുണ്ട് ഭയങ്കര കടിച്ചു പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. മേ ബി അതിങ്ങനെ ആ ഒരു നമ്മുടെ സങ്കടമൊക്കെ കടിച്ചു പിടിച്ചിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കാം എന്ന് നമ്മുടെ ഓദർ പറയാണ്. ഹിസ് ഐസ് വർ വാട്ടർ, അദ്ദേഹത്തിന്റെ കണ്ണിലൊക്കെ ഒരു വെള്ളം നിറയിട്ടുണ്ടായിരുന്നു. ആൻഡ് മോഷൻലെസ്, ആൻഡ് സൂൺ ആഫ്റ്റർ ഹി എൻഡഡ് അപ്പ് വിത്ത് എ ഷ്രിൽ laugh which might well have been a sob. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ പറയാണ്, ഒരു പക്ഷേ അതൊരു തേങ്ങിക്കരച്ചിലായിരിക്കാം എന്ന് പറയാണ്. ക്വൈറ്റ് സോ agreed with others. അപ്പൊ ബാക്കിയുള്ളവരെ പറയണം, ശരിയാണ്. The woman who bundled in a corner under her coat had been sitting and listening, had for the last 3 months tried to find the words of her husband and her friends, something to console her in deep sorrow, something that might show her how a mother should resign herself to send her son not even to death but to probable danger of life. അപ്പം ഇതില് നമ്മുടെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു കപ്പിൾ, ആ കയറി വന്ന കപ്പിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
അപ്പൊ ആ ഒരു സ്ത്രീ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഫ്രണ്ട്സ് പറയുന്നതും ഭർത്താവ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ആ ഒരു സംസാരത്തിലൊന്നും അവർക്ക് ആശ്വാസം കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇവർക്ക് കിട്ടുകയാണ്. എങ്ങനെയാണ് ഒരു അമ്മ തന്റെ മകനെ യുദ്ധത്തിലോട്ടോ ബാക്കിയുള്ള ഏതൊരു സ്ഥലത്തോട്ടും എങ്ങനെയാണ് അയക്കുന്നത് എന്നൊക്കെ അവർക്ക് ഇതിലൂടെ മനസ്സിലാവുകയാണ്. യെറ്റ് നോട്ട് എ വേർഡ് ഹാഡ് ഷീ ഫൗണ്ട് അമംഗ്സ്റ്റ് ദ മെനി വിച്ച് ഹാഡ് ബീൻ സെഡ്. അപ്പോൾ ഇത്രയും നാളായിട്ട് അവരോട് ഈ ഒരു മകനെ വിടുന്നതിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും. ആൻഡ് ഹർ grief had been greater in seeing that nobody as she thought could share her feelings. അപ്പോൾ ഇത്രയും കാലമായിട്ട് ആരും അവളെ ആശ്വസിപ്പിച്ചിട്ട് അവൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റില്ല. അവൾക്ക് അവളുടെ സങ്കടം ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആർക്കും എന്റെ ഒരു സങ്കടം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ആൾമോസ്റ്റ് ടേൺഡ് ഹർ. അപ്പൊ ഈ ഒരു ട്രാവലറിന്റെ വേർഡ്സ് കേട്ടപ്പോൾ അവൾ എന്തോ ഭയങ്കര അമേസ്ഡ് ആയി. ഷീ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസന്റ് അതേഴ്സ് ഹു were wrong but could not understand her but herself, who could not rise up to the same height of those the fathers and mothers willing to resign themselves without crying. അപ്പം അവൾക്ക് ഇപ്പൊ മനസ്സിലാവണം, ബാക്കിയുള്ളവർക്ക് എന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലായിരുന്നു കുഴപ്പം, മറിച്ച് എനിക്ക് അവരുടെ ആ ഒരു ഉയരത്തിൽ ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ്. അതായത് അവരെങ്ങനെയാണോ തന്റെ മക്കളെ സ്വയം സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നത് ആ ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കുഴപ്പം എന്ന് അവർ പറയണം. നോട്ട് ഓൺലി ടു ദ ഡിപ്പാച്ചർ ഓഫ് ദെയർ സൺസ് ബട്ട് ഈവൻ ടു ദെയർ ഡെത്ത്. അപ്പോൾ സ്വന്തം മക്കളെ എങ്ങനെയാണ് ഒരു മരണത്തിലേക്കാണെങ്കിൽ പോലും എന്ത് പറഞ്ഞിട്ടാണ് അവർ സ്വയം ആശ്വസിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നതാണ് കുഴപ്പം. She lifted her head. She bent over from her corner, trying to listen with great attention to the details which the fat man was giving to his companions about the way his son had fallen as a hero for his king and country, happy and without regrets. അപ്പോൾ അവൾ ആ ഒരു മൂലയിൽ ഇരുന്ന് എണീച്ച് വളരെ ഭയങ്കര ശ്രദ്ധയോടുകൂടി തലയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ചിരിച്ചു നോക്കിയിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ആ ഒരു ഫാറ്റ് മാനെ അവർക്ക് ഈ യാത്രക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ട, അവരുടെ ആ ഒരു മകൻ എത്രത്തോളം ധീരമായിട്ട് പോരാടി രാജ്യത്തിന് വേണ്ടിയിട്ട് മരിച്ചു ഹാപ്പി ആയിട്ടെന്ന്. ഇറ്റ് seemed to her that she had stumbled into a world where she had never dreamt of, world so far unknown to her and she was to be pleased to her. അപ്പോൾ അവൾ ഇത്രയും ദിവസം ചെന്നെത്താത്തൊരു ലോകത്തെത്തിയ പോലെ അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇത്രയും കാലം അവൾക്ക് അറിയാത്തൊരു ലോകത്തെത്തിയ പോലെ. She was so pleased to hear everyone joining in congratulating that brave father who could so stoically speak of his child's death. അപ്പം അവളാണെങ്കിൽ ഭയങ്കര സന്തോഷവതിയാണ്. കാരണം ഈ ഒരു ഭയങ്കര സ്റ്റോയിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിത്തൗട്ട് ഷോയിങ് വൺസ് ഫീലിംഗ്, അവരുടെ ആ ഒരു സങ്കടം പുറത്ത് കാട്ടാതെ അഭിമാനത്തോടു കൂടി സംസാരിക്കുന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലോ തന്റെ മകനെ കുറിച്ച്, അവരെല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. Then suddenly, just as if she had heard nothing of what had been said, and almost as if waking up from a dream, she turned to the old man and asking him. പെട്ടെന്ന് കുറെ നേരം ഉറങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് നീച്ച പോലെ, അതല്ലെങ്കിൽ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേൾക്കാത്ത പോലെ അവൾ നീച്ചിട്ട് ആ ഓൾഡ് മാനോട് ചോദിക്കുകയാണ്, then is your son really dead? അപ്പൊ അവള് ചോദിക്കാണ്, നിങ്ങളുടെ മോൻ ശരിക്കും മരിച്ചു എന്ന് ചോദിക്കാണ്. വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാണ്. എവരിബഡി സ്റ്റേർഡ് അറ്റ് ഹർ. അപ്പൊ എല്ലാവരും അവളെ നോക്കി. ദ ഓൾഡ് മാൻ ടു turned to look at her, fixing his great bulging horribly watery light grey eyes deep in her face. അപ്പൊ അദ്ദേഹം തന്നെ ആ ഒരു പെണ്ണിന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ ലൈറ്റ് ഗ്രേ ഐസ് ഒക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് അവളെ നോക്കി നിൽക്കുകയാണ്. ഫോർ സം ലിറ്റിൽ ടൈം ഹി ട്രൈഡ് ടു ആൻസർ ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം. അദ്ദേഹത്തിന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഹി ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ ആൾമോസ്റ്റ് ആസ് ഇഫ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രസ് ക്വസ്റ്റ്യൻ ഹി ഹാഡ് സഡൻലി റിയലൈസ്ഡ് at last his son was really dead. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ശരിയാണ് എന്റെ മോൻ ശരിക്കും മരിച്ചു എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഗോൺ ഫോർ അവർ, എന്നത്തേക്കുമായി നഷ്ടപ്പെട്ടു എന്റെ മോനെന്ന്. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ്, became horribly distorted. Then he snatched in haste a handkerchief from his pocket. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് ചുരുങ്ങാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഹാൻഡ് കർച്ചീഫ് വലിച്ചെടുത്തു. To the amazement of everyone, broke into harrowing, heart-rending, uncontrollable sobs. അപ്പൊ അദ്ദേഹം എല്ലാവരും അമ്പരപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ഒരു കരച്ചിലോട്ട്, ഭയങ്കര ആക്ച്വലി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കരച്ചില് അദ്ദേഹം തുടങ്ങി എന്നർത്ഥം.